നമസ്കാരം. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും മലയാള സിനിമാ പ്രേക്ഷകരുടെയും എല്ലാം പ്രിയപ്പെട്ട മെഗാസ്റ്റാർ തന്നെയാണ് മമ്മൂട്ടി. മമ്മൂട്ടിയെ പറ്റിയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ രൂപത്തിൽ തന്നെ സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യ അവസ്ഥ തന്നെയാണ്. മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയിൽ സംശയം പ്രകടിപ്പിച്ച പ്രേക്ഷകരെല്ലാവരും തന്നെ പിന്നീട് കേട്ട വാർത്ത ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. മലയാളത്തിലെ മെഗാസ്റ്റാറിന് ക്യാൻസർ ബാധിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പുറത്തു വരാൻ തുടങ്ങിയത്. വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി പ്രേക്ഷകരെല്ലാവരും തന്നെ ഞെട്ടുകയായിരുന്നു. മലയാളത്തിലെ മെഗാസ്റ്റാറിന് ഇങ്ങനെയൊരു അവസ്ഥ പറ്റിയുള്ളൂ എന്ന് ഓർത്ത് പ്രേക്ഷകരും മലയാളികളും എല്ലാം ഒന്നടങ്കം പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റിയുള്ള വാർത്തകളെല്ലാം തന്നെ പിന്നീട് ഓരോന്നായി സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രേക്ഷകരെല്ലാവരും തന്നെ വാർത്തകൾ കേൾക്കാൻ വേണ്ടി കാതോട് കേട്ടിരിക്കുകയായിരുന്നു. ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോഴും പ്രേക്ഷകർ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ എത്രയും വേഗമാകാൻ വേണ്ടിയും പ്രേക്ഷകരും കാത്തിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ വഴി പിന്നീട് ഇതൊരു വ്യാജ വാർത്തയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന തരത്തിലും പ്രേക്ഷകരും ഒരുപാട് പേർ ചൂണ്ടിക്കാട്ടി. മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി മമ്മൂട്ടിയോ കുടുംബക്കാരോ മക്കളോ മറ്റാരും തന്നെ പുറത്തു പറയാത്ത അവസ്ഥയ്ക്ക് ഇതൊരു വ്യാജ വാർത്തയാവാനാണ് സാധ്യത എന്ന് പ്രേക്ഷകർ എഴുതി തള്ളി. എന്നാൽ പ്രേക്ഷകർക്കുള്ളിൽ ഒരു ഭയം ഇന്നും ഉണ്ടായിരുന്നു. പ്രേക്ഷകരുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് എന്താണ് അവസ്ഥ എന്ന് എത്രയും വേഗം അറിയാൻ വേണ്ടി പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. മമ്മൂട്ടിയുടെ ടീമിൽ നിന്നും മമ്മൂട്ടിയുടെ അക്കൗണ്ടന്റോ എന്തോ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി തുറന്ന് സംസാരിച്ച ചില വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാൻ തുടങ്ങി. മമ്മൂട്ടിയുടെ അവസ്ഥയിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ട് എന്നും എന്നാൽ അത് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് മമ്മൂട്ടിയുടെ അക്കൗണ്ടന്റിൽ നിന്നും പുറത്തു വന്ന വിവരം. ഈ ഒരു വിവരം കേട്ട് പ്രേക്ഷകരെല്ലാവരും ഞെട്ടുകയായിരുന്നു. താരത്തിന് ഒന്നുമില്ല എന്ന് പ്രതീക്ഷിച്ചവരുടെ മനസ്സിൽ വലിയൊരു സങ്കട വാർത്ത തന്നെയായിരുന്നു ഇത്. എന്നാൽ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെ ഭേദമാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളുമായി പ്രേക്ഷകരും മുന്നോട്ട് പോയി. ഒരു സമയത്ത് മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടാൻ വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ നടത്തിയ ദർശനത്തിൽ പ്രാർത്ഥിച്ചതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അന്ന് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ വലിയൊരു സംശയം ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ വ്യാജമാണോ എന്ന തരത്തിൽ ഒരു സംശയവും അന്ന് പ്രകടിപ്പിച്ചു. എന്നാൽ മോഹൻലാൽ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിലൂടെ പ്രേക്ഷകർ ഏകദേശം സ്ഥിരീകരിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ അവസ്ഥയിൽ ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നും മോഹൻലാലും ഒരു സമയത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ അദ്ദേഹത്തിനും ചെറിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥതയുണ്ട് എന്നും അത് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും എത്രയും പെട്ടെന്ന് തന്നെ അത് ഭേദമാകുമെന്ന് തന്നെയാണ് മലയാളത്തിലെ മഹാനടൻ മോഹൻലാൽ അന്ന് വെളിപ്പെടുത്തിയ കാര്യം. മമ്മൂട്ടിയുടെ ഈ ഒരു അവസ്ഥ എത്രയും വേഗം ഭേദമാകാൻ വേണ്ടി പ്രേക്ഷകരും അന്ന് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മോഹൻലാൽ തൻ്റെ മമ്മൂട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ ഒരു സമയത്തെ ചൊല്ലിയും അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് ഒരു അവസ്ഥ വന്നപ്പോൾ മോഹൻലാൽ മറക്കാതെ തൻ്റെ ഇക്കാച്ചയ്ക്ക് വേണ്ടി ദർശനം നടത്തി പ്രാർത്ഥിച്ച വിവരങ്ങളും വീഡിയോകളും റെസിപ്റ്റും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നു. ഇത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ എന്താണെന്ന് അതിനുശേഷം അറിയാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരുന്നു. എന്നാൽ നിലവിൽ സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മമ്മൂട്ടിയുടെ ആരോഗ്യ അവസ്ഥയിൽ ചെറിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നും എന്നാൽ അത് ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ഭയപ്പെടുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നും എന്നാൽ അസുഖം ക്യാൻസർ ആണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിനോടകം മമ്മൂട്ടിയോ തൻ്റെ കുടുംബക്കാരോ വീട്ടുകാരോ ഒന്നും തന്നെ ഈ ഒരു അവസ്ഥയെ പറ്റിയോ താൻ എന്താണ് നേരിടുന്നത് എന്നതിനെ പറ്റിയോ മമ്മൂട്ടിയുടെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ എന്നതിനെ പറ്റി ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. മമ്മൂട്ടി ഇന്നും പഴയ രൂപത്തിൽ തന്നെ ആരോഗ്യവാനായി ഇരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകരും മനസ്സിൽ വിചാരിച്ച് കാത്തിരിക്കുന്ന വാർത്ത. എന്നാൽ അതുപോലെ എല്ലാ കാര്യങ്ങൾ എന്നും ആശുപത്രിയും ചികിത്സയും ഓപ്പറേഷനുമായി മമ്മൂട്ടി തിരക്കിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുന്നു. എന്നാൽ ഇതിനോടകം തന്നെ ഇത് സ്ഥിരീകരിച്ചോ ഇതിനെ ഉറപ്പിച്ചുകൊണ്ടോ വാർത്തകളും പുറത്തുവിട്ടിട്ടില്ല. പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് മമ്മൂട്ടിക്ക് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നതിനെ പറ്റി. മമ്മൂട്ടിയെപ്പോലെ തന്നെ അവസ്ഥയിലൂടെ തന്നെയാണ് നടൻ മണിയൻ പിള്ള രാജുവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണിയൻ പിള്ള രാജുവിന് ക്യാൻസർ സ്ഥിരീകരിക്കുകയും താരം അതിനോടൊപ്പം തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയും ചികിത്സിക്കുകയും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി തൻ്റെ അവസ്ഥയെപ്പറ്റി തുറന്ന് സംസാരിച്ച രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയെപ്പോലെ പുറത്തു പറയാതെ ഇരുന്നിട്ടില്ല എന്നും മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചത് എന്ന് പ്രേക്ഷകർക്ക് ഇന്നും അറിയില്ല എന്നും
എന്നാൽ മണിയൻപിള്ള രാജു തനിക്ക് ക്യാൻസർ വന്ന വിവരവും അതിനെപ്പറ്റി നേരിട്ട കാര്യങ്ങളും സന്ദർഭങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ അവസ്ഥയെപ്പറ്റി മണിയൻപിള്ള രാജു പറയാതെ പറയുകയായിരുന്നു. താരത്തിന് ഒരു പ്രശ്നമുണ്ടാകില്ല എന്നും മണിയൻപിള്ള രാജു തുറന്നു പറഞ്ഞു. മണിയൻപിള്ള രാജുവിൻ്റെ ക്യാൻസർ ബാധിച്ച ശേഷം താരത്തിന് ചികിത്സയിലായിരുന്നു. രൂപത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതോടുകൂടി തന്നെയാണ് പ്രേക്ഷകർക്കും സംശയം വന്നു തുടങ്ങിയത്. താൻ ചികിത്സയിലായിരുന്ന സമയത്ത് വലിയ രൂപത്തിലുള്ള രൂപമാറ്റം തന്നെയാണ് മണിയൻപിള്ള രാജുവിന് സംഭവിച്ചത്. മെലിഞ്ഞ് ആകെ വല്ലാണ്ടായി, കണ്ടാൽ തന്നെ അറിയാത്ത അവസ്ഥയിലായിരുന്നു മണിയൻപിള്ള രാജു അന്ന് കാണാൻ സാധിച്ചത്. പ്രേക്ഷകർ ഈ ഒരു ഫോട്ടോ കണ്ട് ഞെട്ടുകയായിരുന്നു. എന്താണ് മണിയൻപിള്ള രാജുവിന് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും താരം മറുപടിയുമായി രംഗത്ത് വന്നു. തനിക്ക് ക്യാൻസർ ബാധിച്ചു എന്നും താൻ അത് ചികിത്സയിലാണ് എന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ചികിത്സാ വിവരങ്ങളെപ്പറ്റിയും തൻ്റെ ക്യാൻസർ ബാധിച്ച കാര്യങ്ങളെപ്പറ്റിയും എല്ലാം വളരെ വ്യക്തമായി തന്നെ മണിയൻപിള്ള രാജുവും പുറത്തുവിട്ടു. മമ്മൂട്ടി എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തുവിടാതെ അത്രമാത്രം സൂക്ഷിച്ചിരിക്കുന്നത് എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് പ്രേക്ഷകർ ചൊഴിഞ്ഞെടുക്കുന്നത് എന്നും ആരാധകർ ഒരുപക്ഷം ആളുകൾ ചോദിക്കുന്നുണ്ട്. മമ്മൂട്ടിയോ തൻ്റെ കുടുംബക്കാരോ വ്യക്തികളോ ആരും തന്നെ പുറത്തുവിടാത്തൊരു വിഷയം അക്കൗണ്ടന്റ് വഴി പുറത്തു വന്നതിലും പ്രേക്ഷകർക്കും ആരാധകർക്കും ചെറിയ രൂപത്തിലുള്ള ദേഷ്യങ്ങളും വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കാരണം ആരും തന്നെ ഇത്രമാത്രം സൂക്ഷിച്ചു വെക്കുന്നൊരു വാർത്ത എങ്ങനെയാണ് മമ്മൂട്ടിയുടെ ടീമിൽ നിന്നും ഒരു ഭാഗത്ത് ഇങ്ങനെ പുറത്തുവിടാൻ സാധിക്കുന്നത് എന്നും ഇത് തീർച്ചയായും ഒരു മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നും തനിക്ക് വിശ്വസിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവർ ഇങ്ങനെയൊരു വാർത്തകൾ പുറത്തു വിടാതിരിക്കുന്നത് അത്രമാത്രം നല്ല കാര്യമായിരിക്കും എന്നും ഒരുപക്ഷം ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ അവസ്ഥ എന്താണെന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു. മമ്മൂട്ടിയുടെ ടീമിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വാർത്ത. ഒരുപാട് പേര് മമ്മൂട്ടിക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോഴും മമ്മൂട്ടിയുടെ ടീമിൽ നിന്നും മമ്മൂട്ടിയുടെ അടുത്തു നിന്ന് സുഹൃത്തുക്കളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് താരത്തിന് ക്യാൻസർ ബാധ്യത തന്നെയാണ്. താരം അതിനുള്ള ചികിത്സയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. എന്നാൽ ഈ ഒരു പ്രക്രിയ എത്രമാത്രം ദീർഘമുള്ളതാണ് എന്നും എത്രമാത്രം കഠിനമുള്ളതാണ് അസുഖം ബാധിച്ചിരിക്കുന്നത് എന്നും എവിടെയാണ് താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഉടനെ തന്നെ ആ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. എന്നാൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന വാർത്ത സന്തോഷകരമായ വാർത്ത ആയിരിക്കണേ എന്നും പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. കാരണം തൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇങ്ങനെയൊരു അസുഖം വന്നപ്പോഴും താങ്ങാനാവാതെ സഹിക്കാൻ പറ്റാത്ത ഒരുപാട് മലയാള പ്രേക്ഷകരും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. താരത്തിൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകും എന്ന് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. മമ്മൂട്ടിക്ക് ഒന്നോ രണ്ടോ ആളുകളല്ല കൂടെ ഉള്ളത് എന്നും കേരളം മുഴുവൻ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നും മമ്മൂട്ടിയുടെ അവസ്ഥയും അസുഖവും മറ്റു കാര്യങ്ങളും സങ്കടങ്ങളും എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മാറും എന്നും പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ കൂടെയുള്ളവരും കുടുംബക്കാരും സുഹൃത്തുക്കളും പ്രേക്ഷകരും അണിയറ പ്രവർത്തകരും എല്ലാവരും തന്നെ മമ്മൂട്ടിയുടെ അവസ്ഥയെപ്പറ്റിയും മമ്മൂട്ടിയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് ഭേദമാക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. മമ്മൂട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റിയും സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള സംസാര വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയുടെ പുരുഷ സൗന്ദര്യത്തിൻ്റെ മറവുകാരൻ നടനാണ് മമ്മൂട്ടി. തൻ്റെ ആരോഗ്യവും സൗന്ദര്യവും വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്ന മെഗാസ്റ്റാർ. യുവതലമുറയുടെ താരങ്ങൾക്ക് ഒരു വലിയ പ്രചോദനം തന്നെയാണ് മമ്മൂട്ടി. കർശനമായ ഡയറ്റും വ്യവസ്ഥിതമായ ഉന്നമനമായ ജീവിതവും മമ്മൂട്ടി മുന്നോട്ട് നയിക്കുന്നത്. ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല. സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നതിന് മുൻപ് താൻ പുകവലി വളരെയധികം ആസ്വദിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് പലയിടങ്ങളിലും പല അഭിമുഖങ്ങളിലും മമ്മൂട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറെ ഇഷ്ടപ്പെടുന്ന പുകവലി ക്രമേണ മമ്മൂട്ടി ഉപേക്ഷിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മലയാളം സിനിമയും പ്രേക്ഷകരും സജീവമായി എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മെഗാസ്റ്റാറിൻ്റെ അസുഖമെന്ന് ഇതുവരെ ഔദ്യോഗികമായി അദ്ദേഹമോ മകനോ നടനുമായ ദുൽഖർ സൽമാനോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മമ്മൂട്ടി ചികിത്സയിലാണ് എന്നും ഇത് കഴിഞ്ഞ് ഒരു നീണ്ട വിശ്രമം ശേഷം മാത്രമാണ് ഇനി ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മടങ്ങിയെത്തുക എന്നതിനെ പറ്റിയും സിനിമാ പ്രവർത്തികളിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടെ മമ്മൂട്ടി തൻ്റെ പുകവലി ശീലത്തെക്കുറിച്ച് പറഞ്ഞ ചില പഴയ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. മുൻകൂട്ടി സ്ലിംഗ ആ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ഒരു മലയാളം ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ബ്രഹ്മയുഗം നടൻ താൻ ഒരിക്കൽ വളരെയേറെ ആസ്വദിച്ച പുകവലി ശീലത്തെക്കുറിച്ചും അത് നിർത്തിയതുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും വാചാലനായത്. തനിക്ക് വേണ്ടി മാത്രമല്ല തൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി സുരക്ഷയ്ക്ക് കൂടിയാണ് താൻ അത് നിർത്തിയത് എന്നുമാണ് മമ്മൂട്ടി അന്ന് വ്യക്തമാക്കിയത്. ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടും താങ്കൾ നിഷ്കരണം തള്ളി നീക്കിയ കാര്യം എങ്ങനെയാണ് എന്ന് അഭിമുഖം ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം തള്ളി നീക്കുന്നത് പുകവലി തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു പുകവലി. 10-15 വർഷമായി കാണും. പുകവലി എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ പുകവലി എനിക്ക് മാത്രമല്ല
നല്ലതല്ല എന്ന് പിന്നീട് മനസ്സിലാക്കി. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ശരീരത്തോട് അഭിപ്രായം ചോദിക്കാതെ നമ്മൾ കടത്തിവിടുന്നത് എന്നും മമ്മൂട്ടി പറയുന്നു. അതുകൊണ്ട് തന്നെ താൻ അത് ഉപേക്ഷിക്കുകയായിരുന്നു എന്നും തനിക്ക് വേണ്ടി മാത്രമല്ല തൻ്റെ ചുറ്റുമുള്ളവർക്കും തൻ്റെ കുടുംബക്കാർക്കും കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി എല്ലാം കൂടി തന്നെയാണ് താൻ അത് ഉപേക്ഷിച്ചത് എന്നും മമ്മൂട്ടി പറഞ്ഞു. എന്നിരുന്നാലും പുകവലിയാണോ ഇതിന് വലിയൊരു കാരണം എന്ന് ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം ആരാധകരും പ്രേക്ഷകരും എന്നും രംഗത്തുണ്ട്. മമ്മൂട്ടിയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ. നിങ്ങൾക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പറ്റി എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.